അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ കുഞ്ഞിപ്പള്ളി മക്കാം കേട്ടോ. എന്ത് വിഷമം വന്നാലും എന്ത് പ്രയാസം വന്നാലും ഞാനും എൻ്റെ മക്കളും നേരിട്ട് പോകുന്നത് അവിടെയാണ്. ഇവിടെ യാത്രക്കാരായ ജനങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് പൈസ ഇട്ട് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ജാതി മതഭേദമന്യേ കുഞ്ഞിപ്പള്ളിയിൽ വരാത്തവരായിട്ട് ആരുമില്ല. ഞാൻ പറയട്ടെ, ഈ പ്രദേശം ഈ എന്താ പറയുക, ഷെയ്ഖുനാൻ്റെ അനുഗ്രഹത്താൽ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് കുഞ്ഞിപ്പള്ളി പ്രദേശം കേട്ടോ. വല്ലാത്തൊരു ഫീലാണ് അവിടെ പോയി കഴിഞ്ഞാൽ. നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന എന്താണ്, ഓരോ കബറാളികളുടെ അടുത്ത് കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ നാളെ ഇങ്ങനെ കിടക്കേണ്ടവരല്ലേ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഓൾറെഡി ഉണ്ടായി വരും. എന്താ പറയുക, മനസ്സിന് വല്ലാത്തൊരു റിലീഫാണ് ഇവിടെ പോയി ഒന്ന് വന്നു കഴിഞ്ഞാൽ കേട്ടോ. എല്ലാ കാര്യങ്ങളും മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്ത് ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇസ്ലാമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ അമ്പിയ ഔലിയാക്കളിലും വിശ്വസിക്കണം എന്നുള്ളത്. ഞാൻ ചെറുപ്പം തൊട്ടേ അതങ്ങനെ പഠിച്ച് ശീലിച്ചത് കൊണ്ട് തന്നെ ഇന്നും ഞാൻ അത് കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ. വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാണ്ട് നിൽക്കാം, പക്ഷേ ഞാനെന്നും വിശ്വസിക്കുന്നുണ്ട് റബ്ബ് കൊടുത്ത കറാമത്താണ് ഈ അമ്പിയ ഔലിയാക്കൾക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ദുആ ആയിരുന്നു കേട്ടോ. ഞാനപ്പോൾ വീഡിയോ എടുക്കാത്തതാണ്. ആ ദുആയിൽ ഞാൻ പങ്കെടുത്തു. നല്ല സമയത്താണ് ഞാൻ കയറി ചെന്നത് കേട്ടോ. ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. അവർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതെല്ലാം കാണാൻ കഴിഞ്ഞു. എന്താ പറയുക, എല്ലാവർക്കും അധികം വിശ്വാസമാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഇതാണ് ആ മഹാന് കിടക്കുന്ന ഖബർ സ്ഥലമാണിത്. അള്ളാഹു എന്താ പറയുക, നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങൾ അള്ള തീർത്ത് തരട്ടെ. അള്ളാഹു കൊടുത്ത കറാമത്തിൻ്റെ ഫളല് കൊണ്ട്, ഈ മഹാൻ്റെ ഫളല് കൊണ്ടും നമുക്ക് റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ ഇടങ്ങേറിൽ നിന്നും നമുക്ക് മോചനം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ അവിടുന്ന് ഞാൻ സലാം പറഞ്ഞ്, അദ്ദേഹത്തോട് സലാം പറഞ്ഞ് ഞാനും മക്കളും മടങ്ങുകയാണ് കേട്ടോ. എനിക്ക് മനസ്സിന് നല്ല സന്തോഷം അവിടെ പോയി വന്നപ്പോൾ കേട്ടോ. ഉള്ളത് പറയാം, ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത് ആണുങ്ങൾക്കുള്ള ഏരിയയാണ്, മറ്റേത് പെണ്ണുങ്ങൾക്കുള്ള ഏരിയയാണ് കേട്ടോ. നിസ്കരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം അപ്പുറം ഉണ്ട്. ഇവിടെ ആണുങ്ങൾക്കുള്ള ഒരു ഭാഗമാണ് പള്ളി മക്കാമൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും ഞാൻ പോയിക്കില്ല, നേരെ തിരിച്ച് ഞാൻ പോവുകയാണ് കേട്ടോ. എന്താ പറയുക, പ്രശസ്തി ആർന്നൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. കാരണം മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാരൊക്കെ, എൻ്റെ നാട്ടിലുള്ളവരും എനിക്കറിയാവുന്ന സ്ത്രീകളും ഇവിടെ കുഞ്ഞിപ്പള്ളി മക്കാമിൽ വരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറഞ്ഞു തരാൻ. ഇതിൽ കൂടുതൽ എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ വിശ്വാസം തെറ്റാണ്ട്. എനിക്ക് ഇതുവരെയും അതിനുള്ളൊരു ഉത്തരം തന്നിട്ടുണ്ട് കേട്ടോ. ഇതുവരെയും അതിനുള്ളൊരു ഉത്തരം തന്നിട്ടുണ്ട്. ഞാൻ അത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാലൊക്കെ എനിക്ക് അതിനുള്ളൊരു ഉത്തരം പടച്ചോന് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഫസ്റ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ആ ഒരു പൈസ ഇടുന്ന സ്ഥലം, അത് ഏതൊരു യാത്രക്കാരായ ജനങ്ങളും ഏത് വണ്ടി നിർത്തിയിട്ട് വരെ പൈസ ഇടുന്നുണ്ട്. അപ്പം ആ ഒരു പിന്നെ ഇതിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ, പെട്ടിയിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഹലാലായ എന്ത് കാര്യം സാധിക്കും എന്നുള്ളത് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. ഈ ഒരു സ്ത്രീ എന്നോട് ചോദിക്കുക, മോളെ പെണ്ണുങ്ങളെ സ്ഥലം എവിടെയാണ്, പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ളത് എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഞാനും മക്കളും അങ്ങനെ പുറത്തിറങ്ങി കേട്ടോ. എൻ്റെ വണ്ടി അപ്പുറത്താണ് ഞാൻ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് നേരെ എൻ്റെ മോളെ ഡോക്ടറെ കാണിക്കാൻ പോകുന്നതാണ് കേട്ടോ. ഇങ്ങോട്ട് മക്കളെ എടുത്ത് റോഡ് മുറിച്ച് കടന്നിട്ട് വേണം വണ്ടി കയറി. ഞാൻ ഇങ്ങോട്ട് നിർത്താണ്ട് വണ്ടി കേട്ടോ. നമുക്ക് നേരെ മുക്കാളിയിലാണ് പോകേണ്ടത്. അതാ വണ്ടി ഉണ്ടാടാ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.